പുതുതായിട്ട് ആരംഭിക്കുന്ന ഒരു സിനിമയുടെ തുടക്കമാണ്. കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് ശ്രീ ജയപ്രകാശ് കുളൂരിൻ്റെ കീഴിൽ ഒരു വർക്ക്ഷോപ്പ്, 3 days വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, ഇത് കുഴപ്പമില്ല ഒരു ആക്ടർ പ്രിപ്പയേഴ്സ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു വർക്ക്ഷോപ്പ് ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ചും എല്ലാവരും കൂടിയുള്ള ഒരു ബോണ്ടിങ് പറയാനും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു കടലിൽ നിന്ന് ഒരു ചെറിയ മീൻ വെളിയിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു വെളിച്ചം കിട്ടാനും വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലാണ് ഞങ്ങളുടെ ഈ സിനിമയുടെ ഒരു തുടക്കം ആരംഭിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് സ്ക്രിപ്റ്റ് ബോബി സഞ്ജുവിൻ്റെ സ്ക്രിപ്റ്റാണ്. ഛായാഗ്രഹണം ചെയ്യുന്നത് ഷെഹനാസ് ജലാൽ, അതായത് ഷെഹനാസ് ജലാൽ എന്ന ക്യാമറമാനാണ്. സത്യജിത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാസ്സായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഷെഹനാസാണ്. മഹേഷ് നാരായണനാണ് എഡിറ്റിംഗ്. മ്യൂസിക് എം ജയചന്ദ്രനാണ്. ജയകുമാർ സാർ, സന്തോഷ് വർമ്മയാണ് ഇതിൻ്റെ ലിറിക്സ്. കുളൂർ സാറിനെ പറ്റി ജയപ്രകാശ് കുളൂർ എന്ന് പറയുന്ന കേരള സാഹിത്യ അക്കാദമി വിന്നറാണ് സാർ, പ്ലേ റൈറ്റാണ്. സോ സാറിൻ്റെ ഒരു ശിക്ഷണത്തിലാണ് എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും സന്തോഷവാൻ ഞാനാണ്. കാര്യം ഒരുപാട് എൻ്റെ കരിയറിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് നല്ല സിനിമകൾ ഈ അടുത്ത് ബാക്ക് ടു ബാക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അതിനുശേഷം എൻ്റെ ഏറ്റവും അടുത്ത സിനിമയിൽ ഞാൻ വന്ന കാലം മുതൽ ബന്ധമുള്ള ആളുകളാണ് ഇവരെല്ലാവരും. ഒരുപക്ഷെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഞാൻ കോളേജ് ടൈം മുതൽ അറിയുന്ന ഒരാളാണ്. ഞാൻ ട്രാഫിക്കിൽ അവരോടൊപ്പം വർക്ക് ചെയ്തിരുന്നു. അതുകൂടാതെ ഞാൻ സഞ്ജുവിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. അന്നൊക്കെ ഞാൻ സ്ക്രിപ്റ്റിൽ എന്നെ ക്യാരക്ടർ ചോദിച്ചിട്ട് തന്നിട്ടില്ല. ഞാൻ താമസം മാറിയപ്പോഴാണ് എന്നെ അവരുടെ സിനിമയിലേക്ക് വിളിച്ചത്. പിന്നെ VKP എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ സിനിമ ആ ലൊക്കേഷൻ മുതലുള്ള ഒരു പരിചയം എനിക്കുണ്ട്. പിന്നെ VKPയുടെ ഒരുമാതിരി എല്ലാ ലൊക്കേഷനിലും ഞാൻ പോയിട്ട് എൻ്റെ VKPയുടെ അസൻസ് എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. നിക്കിയുടെ ഒപ്പം ഞാൻ വെള്ളിമുങ്ങിൽ ഞാനൊരു ഗസ്റ്റ് റോൾ ചെയ്തു. അപ്പൊ അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. പിന്നെ എൻ്റെ ആദ്യത്തെ സിനിമ ഋതുവിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. ഒരു സിനിമയ്ക്ക് മുമ്പ് സഞ്ജുവിനെ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വളരെ ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു ടീമായിട്ട് ഒരു സിനിമ തുടങ്ങണം എന്നുള്ളത്. അത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും സമയം കണ്ടെത്തുകയും ഏകദേശം ഒരാഴ്ചയായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. 3 ദിവസമായിട്ട് ഞങ്ങൾ ഒരു ക്യാമ്പ് തുടങ്ങി. അപ്പൊ അതെല്ലാം ഒരു എനിക്ക് തോന്നുന്നൊരു എന്തൊരു നല്ല കാര്യം സംഭവിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഇതിൽ നമുക്ക് തന്ന ഡീറ്റെയിലിങ്ങും എല്ലാം ഒരു നല്ല സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്യാൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ശരിക്കും പറഞ്ഞാൽ 11 വർഷം മുമ്പ് 2003 എൻ്റെ വീടപ്പൻ്റെയും കഴിഞ്ഞിട്ടാണ് VKP ആയിട്ട് ഞങ്ങൾ ഈ സബ്ജക്റ്റ് ആദ്യം ഡിസ്കസ് ചെയ്തത്. അപ്പം ഓരോ സിനിമയ്ക്കും പിറവിയെടുക്കാൻ ഒരു സമയമുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് വളരെ കറക്റ്റാണ്. കാരണം 11 വർഷം കഴിഞ്ഞപ്പോൾ ആ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒത്തുവന്നിരിക്കുന്നു. ഈ സിനിമ ഞങ്ങൾ ആരംഭിക്കുന്നു. ഇത് കഥയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനില്ലെങ്കിലും ഇത് ഹ്യൂമൻ റിലേഷൻഷിപ്സ് തമ്മിൽ ഉള്ളതിനെ പറ്റി ബേസ് ചെയ്തുള്ള ഒരു കഥയാണ്. ഒരു വലിയ ക്യാൻവാസിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. മൈസൂരിലും കൊച്ചിയിലും പിന്നെ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. VKP ആണ് ഞങ്ങൾക്ക് ഇതിനുള്ള ഏറ്റവും വലിയ പ്രചോദനം. കാരണം അദ്ദേഹത്തെ മലയാള സിനിമ ഇതുവരെ നന്നായി യൂസ് ചെയ്തിട്ടില്ല. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന കലാകാരനാണ് അദ്ദേഹം. സിനിമയുടെ കാര്യത്തിൽ വളരെ അപ് ടു ഡേറ്റ് ആണ്, ടെക്നോളജിക്കലി അപ് ടു ഡേറ്റ് ആണ്. സിനിമ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള, ഞങ്ങൾ പറയുന്നത് ശരിക്കും മനസ്സിലാകുന്ന ആളാണ്. എല്ലാ രീതിയിലും ഞങ്ങൾ അദ്ദേഹമായിട്ട് കംഫർട്ടബിളാണ്. ആ കംഫർട്ട് സോണിൽ നിന്ന് ഒരു നല്ല സിനിമ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ആസിഫ് ഞങ്ങളുടെ 2ാമത്തെ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. ട്രാഫിക്കിൽ ഒരു പ്രധാന റോൾ ചെയ്തു. അതിനുശേഷം ഇതിന് വരുന്നു. ട്രാഫിക്കിൽ നിന്നും ഇതിലേക്ക് വരുമ്പോൾ ആസിഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായി ആണ് ഞങ്ങളുടെ മനസ്സിലുള്ള ഈ സിനിമയിലെ ക്യാരക്ടർ. ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. പിന്നെ എനിക്ക് ഞങ്ങളുടെ സിനിമയിൽ ആദ്യമാണ് ഇത് ഞങ്ങൾ മുൻപെഴുതിയ ഒട്ടുമുക്കാൽ സിനിമകൾ പോലെയും ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിലെ പ്രധാന കഥാപാത്രം ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ യഥാർത്ഥ സംഭവത്തിൽ നിന്ന് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു സത്യസന്ധത ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങളായി ഹൗൾഡായാലും ട്രാഫിക്കും അയാളും ഞാനും തമ്മിലുള്ള അതുപോലെയുള്ള സിനിമകളുണ്ട്. എന്ന് പറയുന്നത് പോലെ ഒരു സമൂഹത്തിന്
ഒരു ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഈ സിനിമയിലൂടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഉദ്ദേശിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു 10-18 സിനിമ എടുത്തു, കുറേ സിനിമകളിൽ അഭിനയിച്ചു. എങ്കിലും ഈ വർക്ക്ഷോപ്പ് തന്ന ഒരു എനർജി അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വളരെയധികം അയാളുടെ കപ്പാസിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നു. ഞാൻ കുളൂർ സാറുമായിട്ട് സംസാരിച്ചു. കാരണം എല്ലാ തരത്തിലും നമ്മളൊരു ആർട്ടിസ്റ്റ് ആകാൻ എന്തെല്ലാം വേണം, എന്താണ് നമ്മുടെ മോട്ടീവ്, നമ്മുടെ ആക്ടിങ് കപ്പാസിറ്റി ഇൻസൈഡാണ്, അത് വളർത്തിയെടുക്കണം എന്നുള്ള മോട്ടത്തോടെ വരുന്ന എല്ലാവർക്കും. സംഖ്യ പറഞ്ഞ പോലെ എത്രയോ കോടികൾ മുടക്കുന്ന സിനിമയ്ക്ക് ഇങ്ങനെ വർക്ക്ഷോപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. പലരും അത് ചെയ്യുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ഫീൽ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു സിനിമയും ഞാൻ നിർമ്മിച്ച സിനിമയ്ക്കൊന്നും ഇത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സുപ്രധാന വേഷം ഞാൻ ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുകയാണ്. ഞാൻ പ്രധാനമായിട്ട് പറയാനുള്ളത് BJP എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിലുള്ളൊരു വിശ്വാസം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഈ ക്യാമ്പ് സാധാരണ ആൾക്കാർ ക്യാമ്പ് ഇതൊരു പ്രൊഫസറല്ല ശരിക്കുള്ളത്. ക്യാമ്പിൽ ഇതൊരു ആക്ടർ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ കുളൂർ സാറിനെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ക്യാമ്പ് ചെയ്യുമ്പോൾ അതിൽ എപ്പോഴും ഒരു വലിപ്പച്ചെറുപ്പമില്ലാതെ ആർട്ടിസ്റ്റുകളെല്ലാവരും കൂട്ടായ്മയോട് കൂടി ഒരു കൂട്ടായ്മയാണ്. സിനിമ എന്നുള്ളൊരു കൂട്ടായ്മയാണ് പ്രധാനപ്പെട്ട. പ്രത്യേകിച്ച് അത് ആർട്ടിസ്റ്റുകൾ തമ്മിലൊരു ഭയങ്കര സിങ്ക് ആവുക, അത് അതിനൊരു വലിപ്പച്ചെറുപ്പമില്ലാത്തൊരു രീതിയിൽ അതിനൊരു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു കൂട്ടായ്മയാണ് ശരിക്കും BJPയുടെ ഈ ഒരു ക്യാമ്പിൽ പ്രധാനമായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഒരു വ്യക്തിപരമായിട്ട് ഞാൻ ഏറ്റവും ത്രില്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ എഴുത്തുകാരുടെ കൂടെ അവരുടെ സ്ക്രിപ്റ്റിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ. കാരണം BJP എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഒരു ആസ് എൻ ആക്ടർ എന്ന് എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഡയറക്ടറാണ്. Namaskaram. Like I always say, I love being back in Kerala, and big thanks to BKP sir. BKP sir 4 years and I know him since 4 years, and it's wonderful that I've gotten to work with him at such an early phase in my career. And about the script, I heard the script from BKP sir. It's an amazing script. The character it's that of a ballet dancer, a very headstrong, a very mature and sensible woman. And she is basically Asif's love interest. And the character she's more like a support system for him, a mentally stronger woman compared to him. And somebody who's always there by his side, supporting him, showing him the right path in life. And it's been an amazing journey. These 3 days, workshop has gone really, really well. I joined Pannan, and it's been really quick. Like we spent about 8 hours yesterday, and time just flew. The workshop theatre days later, during my modeling day, let's do theatre. So that's when I used to practice workshops like this. And ever since 1.5 years, ever since acting started, the theatre touch it. And I used to miss it because the feel of being in a theatre and doing plays is very different compared to acting in front of a camera. So I used to miss this. This is very real, so I used to miss this. So a very big thanks to Kulur sir for taking me back to those days and giving these 3 wonderful days to me. And yeah, thank you. ജയരാജ് ഫിലിംസിന്റെ 3ാമത്തെ പ്രോജക്റ്റാണ്. അത് ഹോട്ടൽ കാലിഫോർണിയ. അതിനുശേഷം ലാൽബഹാദൂർ ശാസ്ത്രി. അത് ഈ വെള്ളിയാഴ്ച റിലീസാകാൻ പോകുന്നു. 2ാമത്തെ സിനിമ റിലീസാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊരു ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വളരെ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പ്രൊജക്റ്റിനെ കമ്മിറ്റ് ചെയ്യാൻ പറ്റി, വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങളുടെ ഭാഗ്യമായി കരുതുന്നു. പ്രത്യേകിച്ചും ട്രാഫിക്, അവോട്ടാറി തുടങ്ങിയ സിനിമകളിലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായ സഞ്ജയ് പൂവിച്ചേട്ടനും സഞ്ജു ചേട്ടനും, അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ സിനിമ മലയാളത്തിൽ നൽകിയ BKP സാറ്, അവരോടൊപ്പം ഈ പ്രൊജക്റ്റിൽ ഭാഗമാകാൻ സാധിച്ചത് ദൈവാനുഗ്രഹമായി കരുതുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള മലയാള സിനിമാ ചരിത്രത്തിലെ മറക്കാനാവാത്ത മറ്റൊരു സിനിമ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊജക്റ്റ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് സഹകരണം ഉണ്ടെങ്കിൽ നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.